ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ വനിതാ വിഭാഗം കിരീടം ഇന്ത്യയുടെ കൊനേരു ഹംപിക്ക്. 8.5 പോയിന്റ് നേടിയാണ് ഹംപി ഒന്നാം സ്ഥാനത്ത് വന്നത്. കൊനേരു ഹംപിയുടെ രണ്ടാം ലോക റെക്കോർഡ് കിരീടം കൂടിയാണിത്. അനിൽ വാസുദേവ് ടെലിഫോണിലുണ്ട് നമുക്കൊപ്പം. അനിൽ, ഗുഡ് മോർണിംഗ്. അനിൽ, യഥാർത്ഥത്തിൽ ഈ കൊനേരു ഹംപിയെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡുകൾ ഒരു പുത്തരിയല്ല. തീർച്ചയായും കൊനേരു ഹംപി എന്ന് പറയുന്നത് ഇന്ത്യൻ ചെസ്സിന്റെ വനിതാമുഖം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു താരമാണ് കൊനേരു ഹംപി. കൊനേരു ഹംപിയിലൂടെ വീണ്ടും ഇന്ത്യക്ക് വലിയ നേട്ടം ഉണ്ടായിരിക്കുന്നു. സമീപകാലത്ത് ലോക ചെസ് ചാമ്പ്യനായി വി ഗുകേഷ് മാറിയതിന് പിന്നാലെ തന്നെ ഇന്ത്യയിലേക്ക് മറ്റൊരു ചെസ്സിലെ ഒരു വലിയ നേട്ടം കൂടി വരികയാണ്. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ വനിതാ വിഭാഗത്തിലെ കിരീടമാണ് കൊനേരു ഹംപി നേടിയത്. ഈ നേട്ടം ചെറുതല്ല. ആദ്യ റൗണ്ടിൽ തോറ്റ ശേഷം വളരെ ശക്തമായി തിരിച്ചു വന്ന് 8.5 പോയിന്റ് നേടിയാണ്, അതായത് 11 റൗണ്ട് നീണ്ട പോരാട്ടത്തിൽ 8.5 പോയിന്റ് നേടിയാണ് കൊനേരു ഹംപി ചാമ്പ്യൻ ആയത്. അവസാന റൗണ്ടിലൊക്കെ തന്നെ ഒപ്പത്തിനൊപ്പമായിരുന്നു മത്സരം. എന്നാൽ മുഖ്യ എതിരാളി തോറ്റുപോവുകയും പക്ഷെ അവസാന റൗണ്ടിൽ കൊനേരു ഹംപി ജയിക്കുകയും ചെയ്തതോടുകൂടി അങ്ങനെ 8.5 പോയിന്റ് നേടി കൊനേരു ഹംപി ചാമ്പ്യനായി. ഇത് കൊനേരു ഹംപിയുടെ രണ്ടാം റാപ്പിഡ് ലോക കിരീടമാണ്. മുമ്പ് 2019 കൊനേരു ഹംപി ഈ കിരീടം നേടിയിട്ടുള്ളത്. അതോടുകൂടി ഇന്ത്യയിൽ നിന്ന് റാപ്പിഡ് കിരീടം 2 തവണ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡും അങ്ങനെ കൊനേരു ഹംപിക്ക് സ്വന്തമായിരിക്കുന്നു. ഈ കിരീടം ആദ്യമായി സ്വന്തമാക്കുന്നത് വിശ്വനാഥൻ ആനന്ദാണ്. 2017. 2019 കൊനേരു ഹംപി തന്റെ ആദ്യ കിരീടം നേടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇതുവരെ 3 താരങ്ങൾ മാത്രമാണ് റാപ്പിഡ് ലോക ചാമ്പ്യൻ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എന്ന നേട്ടം കൂടി ഇപ്പോൾ കൊനേരു ഹംപി നേടിയിരിക്കുകയാണ്. ഇന്ത്യൻ ചെസ്സിന്റെ സുവർണ കാലമാണ് എന്ന് ഒരിക്കൽ കൂടി പറയുകയായിരിക്കുന്നു. കാരണം കഴിഞ്ഞ ചെസ് ലോകകപ്പിൽ പ്രജ്ഞാനന്ദ ഫൈനലിൽ എത്തുന്നു. പിന്നാലെ ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യക്ക് ഇരട്ട കിരീടം കിട്ടുന്നു. ഒടുവിൽ ഡി ഗുകേഷ് ലോക ചാമ്പ്യൻ ആവുന്നു. അതിന് പിന്നാലെ മറ്റൊരു റാപ്പിഡ് കിരീടം കൂടി ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യൻ ചെസ്സിന്റെ സുവർണ കാലം എന്നേ പറയാനുള്ളൂ. SK. ഓക്കെ, താങ്ക് യു. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്.